സർക്കാർ സർവീസിലെ 30% ആളുകൾ കൈക്കൂലി വാങ്ങുന്നവരാണെന്ന് NGO സംഘടനയുടെ കണ്ടെത്തൽ മുന്നിലുള്ളപ്പോഴും സർക്കാർ കണക്ക് പ്രകാരം 300 പേർക്കെതിരെ മാത്രമാണ് 10 വർഷത്തിനിടെ കേസെടുത്തിട്ടുള്ളത്. കൃത്യമായ സാക്ഷിമൊഴികളുടെയോ തെളിവുകളുടെയോ അഭാവത്തിൽ ഇവരിൽ പലരും കേസിൽ നിന്ന് രക്ഷപ്പെട്ടതായും വിവരാവകാശ രേഖ വ്യക്തമാക്കുന്നു. അടുത്തിടെയാണ് 30% സർക്കാർ ജീവനക്കാർ കൈക്കൂലി വാങ്ങുന്നവരാണെന്ന് ഒരു NGO സംഘടനയുടെ സർവേയിൽ കണ്ടെത്തിയത്. എന്നാൽ 2014 മുതൽ 2024 വരെ കൈക്കൂലി വാങ്ങുന്നതിനിടയിൽ പിടിക്കപ്പെട്ട സർക്കാർ ഉദ്യോഗസ്ഥരുടെ എണ്ണം കേവലം 300 മാത്രമാണ് എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട വിവരാവകാശ രേഖ വ്യക്തമാക്കുന്നത്. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ പിടിയിലായത് 184 പേരെന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നു. ഇവരിൽ തന്നെ ഭൂരിപക്ഷം പേരും എറണാകുളം ജില്ലയിലുള്ളവരാണ്. കൈക്കൂലി കേസിൽ ഏറ്റവും കൂടുതൽ പേർ പിടിയിലായത് കോട്ടയം ജില്ലയിൽ നിന്നും. എന്നാൽ 10 വർഷത്തിനിടെ കേസുകളിൽ ശിക്ഷിക്കപ്പെട്ടത് കേവലം 8 പേർ മാത്രമാണ് എന്നതാണ് വിരോധാഭാസം. ഒരു നിർണായക ഘട്ടത്തിൽ സാക്ഷി പറയേണ്ട കൈക്കൂലി കൊടുത്ത് പിടിപ്പിക്കുക മുൻകൈയെടുത്തവർ തന്നെ ഇതിൽ നിന്ന് സാക്ഷി പറയുന്നതിൽ നിന്ന് പിന്മാറുന്ന ഒരു അവസ്ഥയിലാണ് ഇങ്ങനെ ശിക്ഷിക്കപ്പെടാതെ പോകുന്നത്. അത് സമൂഹത്തോട് ചെയ്യുന്ന അങ്ങേയറ്റം ദാരുണമായിട്ടുള്ള ഒരു സംഭവമാണ്. കാരണം ഇത്തരം ഉദ്യോഗസ്ഥർ, കൈക്കൂലി വാങ്ങുന്ന ഉദ്യോഗസ്ഥരെ പിടിപ്പിച്ച് അവർക്ക് കോടതിയിൽ നിന്ന് ശിക്ഷ വാങ്ങിക്കൊടുക്കേണ്ട സാമൂഹിക ചുമതല ഈ പണം കൊടുത്ത് പിടിപ്പിക്കുന്നവർക്കുണ്ട് എന്നുള്ളൊരു ബോധം ഇത് കൊടുക്കുന്നതിന് മുമ്പ് അവർക്ക് ഉണ്ടാവണം. ഫിനോപ്തലിൻ പുരട്ടിയ നോട്ട് നൽകിയും മറ്റും കൈക്കൂലി വാങ്ങിയ സർക്കാർ ജീവനക്കാർ പിടിക്കപ്പെടുമ്പോൾ പോലും കൃത്യമായ സാക്ഷിമൊഴികളും തെളിവുകളും ഹാജരാക്കുന്നതിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെടുന്നത് കുറ്റക്കാർക്ക് ശിക്ഷ നേടിക്കൊടുക്കുന്നതിന് വിലങ്ങുതടിയാകുന്നുണ്ട്. ഇതിനു പുറമെ കൂറുമാറ്റം പോലെയുള്ള സംഭവങ്ങളും കേസുകളിൽ ശിക്ഷിക്കപ്പെടുന്നവരുടെ എണ്ണം കുറയാൻ കാരണമാകുന്നു. ജനം, കൊച്ചി.